ഹലോ 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 ഹലോ. അപ്പോൾ നമ്മൾ ഈ മുങ്ങിത്തപ്പുന്നത് അയിലത്തലയാണ് കേട്ടോ. പക്ഷേ ഇത് ഫുള്ള് ഞാൻ തന്നെ നശിപ്പിച്ചു. ആ മീനൊക്കെ ഫുള്ള് ഉടച്ച് കുഴച്ച് ഇതൊരു മീൻ പായസം പരുവത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അയിലത്തല തപ്പി തപ്പി അതിലത്തെ ഇറച്ചി മൊത്തം ഇതേ ആ മീനിൻ്റെ ഫ്ലഷ് മൊത്തം പോയി. അങ്ങനെ ആകെ കുഴഞ്ഞൊരു മട്ടായി ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളത് അവിടെ ഇട്ടു. 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊന്നല്ല എൻ്റെ ഫേവറേറ്റ് ഐറ്റം ദേ ഇരിക്കുന്നു. ഇവനാണ് എൻ്റെ ഫേവറേറ്റ് കക്കിറച്ചി. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിനെ പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ കക്കിറച്ചി എന്നാണ് പറയണത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. എനിക്ക് കൂന്തൾ, ചെമ്മീൻ അതിനേക്കാളെല്ലാം ഇഷ്ടം ഈ കക്കിറച്ചിയാണ് കേട്ടോ. പിന്നെ ഇത് മാത്രം മതി ചോറിനാനായിട്ട്. മീൻ കറിയൊന്നും വേണമെന്നില്ല. എനിക്ക് ഈ കക്കിറച്ചിയും പിന്നെ നല്ല അച്ചാറും. അപ്പോൾ ഇത് ഇരുമ്പപ്പുളി ചെമ്മീൻ പുളി എന്നാണ് ഞങ്ങൾ പറയണേ. അപ്പോൾ ചെമ്മീൻ പുളി അച്ചാറും പിന്നെ നമുക്ക് ഞാൻ ആ മാങ്ങയുണ്ട് മീൻ കറിയിലിട്ട അയിലത്തല തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പണി അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കുകയാണ്. കക്കിറച്ചി ഉണ്ടെങ്കിൽ പിന്നെ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും കേട്ടോ, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല റോസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു മൊരിഞ്ഞ ടൈപ്പാക്കിയാണ് എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളപ്പോൾ ഇന്ന് തിരിച്ച് കളമശ്ശേരി എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീടായ പട്ടാമ്പിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് യാത്ര തിരിച്ചു. അപ്പോൾ എൻ്റെ മകളുടെ അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പിലേക്ക് കയറിയൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് ദേ ഉമ്മി ഇങ്ങനെ ബുക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്, യാത്ര ചെയ്യുമ്പോൾ ബുക്കൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ഫോർമാലിറ്റി. പിന്നെ ആ ബുക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ ദഹിച്ചു. വൈകിട്ടായപ്പോൾ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും തണുത്തത്, ചായ വേണ്ട തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒരാൾ അത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കേക്ക് വാങ്ങിച്ചു. കേക്ക് കണ്ട താല്പര്യത്തിൽ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് വാങ്ങിയിട്ടോ. അങ്ങനെ കേക്ക് ഞാൻ ആദ്യം ഫസ്റ്റ് ഉമ്മിമാർക്ക് തരണം, എന്നിട്ട് വേണം കുട്ടികൾ തിന്നാനെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം അത് എടുത്തൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ സത്യം പറയാലോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിപ്പോയി, സോഫ്റ്റനല്ലായിരുന്നു, നല്ല ഹാർഡായിട്ടായിരുന്നു കേക്ക്. അതുകൊണ്ട് അവൾ കുറച്ച് കഴിച്ചു. അവൾ പിന്നെ എങ്ങനെയാണ് എന്ത് വാങ്ങിച്ചാലും ഭയങ്കര ആക്രാന്തത്തിൽ വാങ്ങിക്കും, പക്ഷേ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മടുക്കും. അങ്ങനെ പിന്നെ എൻ്റെ ഐറ്റം എത്തി. ഇതാണ് എൻ്റെ ഐറ്റം ഗൈസ്, ഫലൂഡ. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫലൂഡ. ഞാൻ എവിടെ ഷേക്ക് എന്ത് കുടിക്കാൻ പോയാലും പുതിയ ഐറ്റംസൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും വേണ്ട. പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ, അല്ലാതെ എപ്പോഴും ഈ പഴയതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ ഫലൂഡ തന്നെ വേണം. അങ്ങനെ ആ ഫലൂഡ എത്തി. കാണുമ്പോൾ വലിയ ലുക്കില്ല എന്നുള്ളൂ, കേക്ക് പോലെ അല്ലായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. സ്ട്രോബെറി ഫലൂഡ ഉണ്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നട്ട്സ്, അത്യാവശ്യം നട്ട്സൊക്കെ മുകളിൽ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ സേമിയ കസ്കസ് ആ ഭാഗം ആ മിഡിൽ ലെയറിലായിട്ട് വരുന്നുണ്ട്. അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം ഗൈസ്. എനിക്കത് ആ ഒരു ഭാഗം നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറി ഐസ്ക്രീം അത്യാവശ്യം നന്നായിട്ട് തന്നെ മുകളിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഫ്രൂട്ട്സായിട്ട് മുന്തിരി പിന്നെ എന്തൊക്കെയോ കടിക്കുന്നുണ്ടായിരുന്നു, ചെറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്നിരുന്നിരുന്നിരുന്ന് നമ്മുടെ സേമിയ കസ്കസ് ഭാഗത്തെത്തി. അങ്ങനെ അത് കഴിച്ചു. നമ്മുടെ കേക്ക് പ്ലേറ്റ് അവിടെ കാലിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതാ സേമിയയും കസ്കസും ഇങ്ങനെ കോരി തിന്നിയാണ്. പിന്നെ നമ്മൾ പോരണ വഴി ലേസ് വാങ്ങി. ബില്ലടിക്കാൻ നേരത്തെ ഞാൻ 5 രൂപയുടെ 2 പാക്കറ്റ് ലേസ് എടുത്തു. ഇതെൻ്റെ മകളുടെ ഫ്രണ്ട് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഈ ലേസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഞാൻ വിചാരിക്കണു ഈ എരിവുള്ള ലേസ് ഞാൻ കഴിക്കും എന്ന്. അങ്ങനെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മുടെ വീട് ഏകദേശം എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ലേസാണ് ഈ ഒരു റെഡ് ലേസ്, സൂപ്പർ. ടാറ്റാ.